നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ. ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡും കൊണ്ടുവന്നതിന് ശേഷമാണ് കരുണാകരൻ മുതലാളി വഴിക്ക് വഴി 7 ലോറി വാങ്ങിക്കൂട്ടിയത്. നല്ല വർക്കത്തുള്ള വണ്ടിയാ, പേടിക്കാനേ ഇല്ല. കണ്ണും തുറന്നിരുന്നിട്ടാ ഉറങ്ങണേ? കുളിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ എത്രയായി? ഇന്ന് കുളിയൊന്നും വേണ്ടേ? ഉച്ചയാവാറായി. നിന്റെ ഈ മാല എത്ര പവനാന്ന് പറഞ്ഞത്? 10 പവൻ. എന്താ വിശ്വാസം വരുന്നില്ലേ? അതൊന്ന് അഴിച്ചേ. എന്തിനാ? ഇതുപോലൊരെണ്ണം നിനക്ക് പണിയിക്കാനാ. അയ്യോ, എന്നാ ഇതുപോലെ വേണ്ട. 10 പവന്റെ ഒരു നെക്ലേസ് പണിയിച്ചാ മതി. അതാ ഇതിലും ഭംഗി. ഞാനും അത് തന്നെ വിചാരിച്ചത്. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇത് വിറ്റിട്ട് ഞാനൊരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും. ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും, നിന്റെ കഴുത്തിൽ നെക്ലേസും വരും. അങ്ങനെ ഇപ്പൊ വേണ്ട. ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ അച്ഛൻ തന്നതോ. അയ്യാ, അവിടെ ഒരു അച്ഛൻ ദുബായിന്ന് കേട്ടപ്പോ നിന്റെ തന്ത ഒരു പത്രാസിന് കെട്ടി തന്നാലേടി ഇത്. എന്നാലും ഇതെന്നെ വിൽക്കണമെന്നുണ്ടോ? ഉണ്ട്. പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. മോളുടെ കാതുകുത്തൊക്കെ കഴിഞ്ഞോ? അതിന്റെ പേരില് ഭാസ്കരന് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ? ഏയ്, നല്ല കഥ. ഞാനതൊക്കെ എന്നേ മറന്നു. മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ ഇനിയും വരും. കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ. ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചനയല്ല. 1-2 കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു. അല്ല, ഭാര്യയുടെ കയ്യിൽ ആഭരണങ്ങൾ പറയണ്ടേ? ഇപ്പോഴെങ്ങനെ സ്വർണത്തിന്റെ നിലവാരം? നല്ല മാർക്കറ്റ് അല്ലേ? ഇന്ന് 120 കയറ്റം. അങ്ങോട്ടോ ഇങ്ങോട്ടോ? അങ്ങോട്ട്. എത്രയുണ്ട്? അത് ശരിക്കും പറഞ്ഞ ഒരു 10 പവൻ. ഇതാണ് ഉരുപ്പടി. ഞാനല്ല പണിയിച്ചത്. കല്യാണത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ചതാ. ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല. ഇപ്പോഴാവശ്യം വന്നില്ലേ? അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരൊറ്റ ഉരുപ്പടിയായിപ്പോയി. ഉരുക്കുമ്പോ മാറ്റ് കുറയും. അത് സാരമില്ല. സാധനം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്. ഹേയ്, എന്തു പ്രശ്നം? അല്ല, ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല. ഇതൊരു സ്ത്രീധന ഉരുപ്പടിയായി പോയില്ലേ, അതായി പേടി. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്കേ ആ ഭാസ്കരന്റെ കടയിലൊന്നും കയറിയിട്ട്. നിങ്ങൾ നടന്നോ? ഭാസ്കര, ഉത്സവത്തിനുള്ള പിരിവിനിറങ്ങിയതാ. വെളിച്ചപ്പാടെന്തിനാ പിരിക്കാൻ നടക്കുന്നത്? ഇപ്പൊ പിരിച്ചാലല്ലേ പിന്നെ വെളിച്ചപ്പെടാൻ പറ്റൂ. മുതലാളിയുടെ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം നന്നായി വരും. ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം. എല്ലാം ശുഭമായി ഭവിക്കും. ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മിറ്റിക്കാരാ. ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. നേരിട്ട് കണ്ട സ്ഥിതിക്ക്
പവിത്രന്റെ വക സൗകര്യം പോലെ 500 1000 എല്ലാത്തിനും സമയമുണ്ടെന്റെ മാധവൻ നായരെ. ഉണ്ട്. നിങ്ങൾ ഇരിക്ക്. ആദ്യം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്. അതൊന്ന് തീർക്കട്ടെ. എനിക്ക് ധൃതിയില്ല. അല്ലല്ല, ഇരിക്ക് ഇരിക്ക്. ഉള്ള ലോഹ സ്വർണം കയ്യിൽ വരാനും പോവാനും അതിനുകൊണ്ടൊരു സമയം. പണം ഇന്ന് തന്നെ വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ? അത് എത്ര വേഗം കിട്ടുന്നോ അത്രയും വേഗം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്ന് ടൗൺ വരെ പോകണം, വരണം. സ്വർണ്ണല്ലേ നമ്മുടെ കൈ കിടക്കുന്നത്. ഏതായാലും ഞാൻ ഇതിന്റെ മാറ്റം നിറച്ചു നോക്കട്ടെ. ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്? 10. ഭാര്യയുടെ അച്ഛന്റെ വകയാണല്ലേ. സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യ, ഇതിനകത്ത് ചെമ്പ്. പത്ത് പവൻ പോയിട്ട് 1/4 പവൻ സ്വർണം ഇതിലില്ല. ഞാനെന്താ വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഗൾഫുകാരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ 10 പവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു. ഇതിനകത്ത് മുഴുവൻ സ്വർണം പൂശിയ ചെമ്പുമാല. എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത്. ടൗണിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്തായേനെ. സംശയമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ തനിച്ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലന എന്റെ തന്ത. സംഗതി അറിഞ്ഞോ? തട്ടാൻ തട്ടി. അവൻ പണ്ട് സ്നേഹലത്തേക്ക് കൊടുത്ത മാലയില്ലേ, അത് ചെമ്പായിരുന്നു. അകത്ത് ചെമ്പും പുറത്ത് സ്വർണവും. അവനാരാ മോൻ? സംഗതി തല തിരിഞ്ഞാ തോന്നുന്നത്. തട്ടാൻ തട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും. അതാണ് കലാശക്കളി. നിന്റെ തന്ത ഞാനൊന്ന് പൊട്ടനാണെന്ന് വിചാരിച്ചോടി. ഇത് കണ്ടോ? നിന്റെ തന്ത വന്ന മാല. പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ നാറിയ പണിക്ക് നിൽക്കണോ? എന്താ? ഇത് ചെമ്പാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളയും കുട്ടിയും കൂടെ അയച്ചിരിക്കുന്നു. ഇതാണ് നീ എപ്പ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ്, അത് ഊരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്ട് നൽകി. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ ആ തട്ടാം ഭാസ്കരനെ ഇങ്ങനെ രക്ഷിച്ചത്. ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനെ. എടുക്കണേ കുഞ്ഞിനെ. നിന്റെ തന്തയോട് 2 വാക്ക് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കുഞ്ഞെടുക്കാൻ. അല്ല, നമ്മളെ പവിത്രന് പണിക്കാരെ മൂന്നല്ലാതായിരുന്നേ. ആ വരവത്ര പന്തിയല്ലോ. പവിത്ര ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വരട്ടോ. പവിത്ര എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നാട്ടുകാർ അറിഞ്ഞ മോശമല്ലേ? ഇനി ആരാ അറിയാനുള്ളത്? എനിക്ക് പോലും മോശം തോന്നുന്നില്ല. ഇനി ഇതുപോലൊരു ചെറ്റത്തരം ഇവിടെ ഒരു ഒന്നും ചെയ്യരുത്. പിന്നെ നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലെങ്ങനെ? ഞാൻ
ഇവിടെ വെക്കാണ്. എന്ത് പണിയാണ് ഈ കാണിച്ചു വെച്ചേക്കണത്? ഒന്നുമില്ല, അന്ന് അവരെ നെഞ്ചിട്ട് കുത്തി, ഇന്ന് തിരിച്ചൊന്ന് കുത്തി, അത്രേ ഉള്ളൂ. ഭാസ്കരേട്ടാ വിട്ടുകൊടുത്തത് പണി നാട്ടിലുണ്ടാവരുത്. ഒരു ഇഞ്ചി വിട്ടു കൊടുക്കരുത്. അത് ശരിയായോ? എന്താ ശരിയല്ലാത്ത? പണിക്കരങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, ഞങ്ങളുണ്ട് ഭാസ്കരന്റെ കൂടെ. പറയുന്നത് എന്താ പറയാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിനെതിരാ. കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി. ഈ സമയത്ത് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പിന്നെ ഏത് സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ എന്താ പാട്ടി? സംഗതി ശരിയാ, തട്ടി. എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? അയ്യോ, സ്നേഹലത എന്നെ പറഞ്ഞേ. എന്താ എന്താ പവിത്ര? എന്താ മോനെ? എല്ലാവരും കൂടെ എന്താ? ഈ മാല എത്ര പവനുണ്ടെന്ന് പറഞ്ഞത്? 10 അല്ലേ ഭാഗ്യരവി? അതെ, 10 പവൻ. അത് ശരി. അപ്പോൾ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് കിടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? ചെമ്പോ? അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണാൻ എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി. ചെമ്പോ? ഇതെങ്ങനെ ചെമ്പാകുന്നേ? മോനെ പവിത്ര, നീ ഞാൻ പറയുന്നു കേട്ടെടുത്തോളൊക്കെ തന്നെ ധാരാളം. വാ മോനെ, നമുക്ക് അകത്ത് ഇങ്ങനെ ഓ, സംസാരിക്കാം. നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ പവിത്ര. എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്റെ കാലം ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കരനാ. അവന്റെ കാലിയൊന്ന് പിടി. തച്ചുപവന്റെ ഒരു മാല. മതി പറഞ്ഞത്. അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് ഈ മാല വന്നതേ നിങ്ങളെ രക്ഷിച്ച തട്ടാൻ തന്നെയാ. സ്നേഹലവേ, മോനെ, 10 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അത് എന്റെ കയ്യിൽ തന്നതേ വേറെ ആരുമല്ല. ചെന്ന് ചോദിക്കും. സ്ഥലം വിടുന്നതാണ് നല്ലത്. തടി കേടാവും. ദുബായ്ക്കാരന് തീ പിടിച്ച മട്ടുണ്ട്. എന്റെ സത്യം അതാണ് പവിത്ര. പണ്ട് അവൻ അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാനാ എതിർത്തത്. ഞാൻ അറിയാണ്ട് അവൻ തന്നെയാ ഒരു സമ്മാനം പോലെ ഈ മാല അവൾക്ക് കൊടുത്തത്. ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കാതെ കൈക്കലാക്കി. അത് കഴുത്തി കിടന്ന് എന്നെ തന്നെ ഇപ്പൊ തിരിച്ചു കൊത്തി. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. എന്നെ ചതിച്ചത് ആരാ? തട്ടാനോ അതോ പണിക്കെത്തിയോ? തട്ടാനാ. ഭാസ്കര, അവിടെ നിൽക്ക്. സംഗതി ആകെ കുഴഞ്ഞു. എന്റെ ഭഗവതി, ആ ദുബായ്ക്കാരന് തീ പിടിച്ചിരിക്കുക. അവന്റെ കൂടെ ചില ആൾക്കാരുണ്ട്, നമ്മുടെ മാധവനാരടക്കം. അയാൾ അല്ലെങ്കിലേ കാലുമാറ്റക്കാരാണ്. മൈൻഡ് ചെയ്യരുതെന്ന്. ഭഗവതി ഓർത്തൊന്നും വേണ്ടാത്ത കുഴപ്പത്തിലൊന്നും പോണ്ട കേട്ടോ. എന്ത് കുഴപ്പം? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. എന്റെ ഭഗവതി, ആ പണിക്കരുടെ തോന്നിയാസത്തിന് പടച്ചോൻ കൊടുത്ത തിരിച്ചടിയാണിത്. അതിന്റെ ക്രെഡിറ്റ് പടത്തോന് കൊടുക്കുന്നു വേണ്ട, ഭാസ്കരൻ നല്ല ഉശിരുള്ളവനാ. എന്റെ അമ്മേ, ഭാസ്കര മുങ്ങിക്കോ, മുങ്ങിക്കോ. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കും. എടാ ചെറ്റേ, ചെറ്റ ഞാനല്ലടാ, നിന്റെ അമ്മായിയപ്പൻ ആ കള്ള പണിക്കരില്ല, അയാളാ. നീ വലിയ ആളൊന്നും ആവണ്ട. സ്വർണം കാണിച്ച് നാട്ടിലുള്ള പെമ്പിള്ളേരെ വശീകരിക്കുന്ന എന്റെ കർത്താവേ, എന്റെ പുണ്യാളച്ച.
ഹാജാരം വിട്ടാരേ, ഹാജാരം വിട്ടാരേ. കൺമൈ താത്ത, കൺമൈ താത്ത, കൺമൈ താത്ത. ആരത്? ഇത് ഞാനാണോ പശുവിനെ കളഞ്ഞ പാപ്പി? ഹാജാരത്തെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലണോ, ഒന്ന് ഓടി വരും. എന്റെ ബദിരീങ്ങളെ, എവിടെയാ അവരുള്ളത്? നിങ്ങളൊന്ന് വേഗം പറ, എവിടെയാ അവരുള്ളത്? കൽമേ, എന്റെ പുന്നാരമുത്ത്, ഈ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾക്ക് ബന്ധം പറ്റിയ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കില്ല. എന്താ തല്ലി ചാവിണ്ട? ഒരു പെണ്ണിന് വേണ്ടി തല്ലി ചാവി. ഹാജിയാരെ, എന്താ അവിടെ ഒരു ബഹളം? നിങ്ങളുടെ മോൻ ഭാസ്കരൻ അയൽവക്കത്തെ പണിക്കരെ മോക്കൊരു മാല കൊടുത്തില്ലേ? അതും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അവനെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചില്ലേ? അത് സ്വർണമല്ല, അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു. അതിന്റെ പേരിലാണ് ഈ കൂട്ടത്തല്ല് മുഴുവനും. ചെമ്പോ? ചെമ്പ് തന്നെ. അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്നും തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സ് നോവും. നീ അടുത്തു വാ. നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി? പറയടാ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ആ ബുദ്ധി? അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ? എന്റെ ഈശ്വര,